ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാർ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സാമൂഹിക നവോത്ഥാനത്തിന് പ്രബുദ്ധനാവുക എന്ന പ്രമേയവുമായി MSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് കോൺഫറൻസിന്റെ പ്രഖ്യാപന സമ്മേളനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു സംഘടന സമ്മേളനം പ്രഖ്യാപിക്കുന്നത് ഇതര സംഘടനകൾക്ക് മുമ്പിൽ തങ്ങളുടെ ശക്തി വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കേവലമായ ഒരു ശക്തി പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഞങ്ങൾ ക്യാമ്പസ് കോൺഫറൻസുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. സാമൂഹിക നവോത്ഥാനത്തിന് പ്രബുദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ നിർമ്മാണമാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അന്ധകാരത്തിൽ ആണ്ടുകിടന്നിരുന്ന ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ എന്ന നിലയിൽ കേവലം സംഘടനാപരമായ ഒരു താല്പര്യത്തിനപ്പുറത്തേക്ക് അത് നമ്മുടെ ജീവിത ദൗത്യമാണ് എന്ന തിരിച്ചറിവാണ് സത്യത്തിൽ ഈ പ്രമേയം തെരഞ്ഞെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ശമനോപാധിയില്ലാതെ ഒരു രോഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന്, പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഇത് കേട്ട വിശ്വാസികൾ ശമനോപാധി കണ്ടെത്താൻ, രോഗം വന്നപ്പോൾ ശമനോപാധി കണ്ടെത്താൻ, ആ ശമനോപാധിക്ക് വേണ്ടി വൈദ്യശാസ്ത്രം പഠിക്കാൻ തയ്യാറായത്. ലോകത്തെ മുഴുവൻ ജീവജാലങ്ങളെയും നാം വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചപ്പോ ജീവന്റെ സചേതന വസ്തുക്കളായ മുഴുവൻ വികാസങ്ങളെ കുറിച്ച് പഠിക്കാൻ, ജീവശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് സൃഷ്ടാവിന്റെ മഹിമയുടെ സാക്ഷികളായി നക്ഷത്രങ്ങളുടെ ചേർച്ചയെക്കുറിച്ചും അതിന്റെ ചലനങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചപ്പോൾ ഗോളശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ, ഗണിതശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചത് ഒരു രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ പവിത്രമാണ് ഒരു പണ്ഡിതന്റെ തൂലികയുടെ മഷി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചപ്പോ ഒരുവൻ വിജ്ഞാനത്തിലേക്ക് പുറപ്പെട്ടാൽ സ്വർഗത്തിലേക്കുള്ള വഴി ദൈവം എളുപ്പമാക്കി കൊടുക്കുന്ന പ്രവാചകന്റെ പദം കേട്ട വിശ്വാസി ലോകത്തിന് തന്നെ വെളിച്ചം നൽകാൻ സ്പെയിനിൽ കോർദോവ സ്ഥാപിച്ചു. ഇരുന്ന യൂറോപ്പിന് വെളിച്ചം നൽകിയ കോർദോവ. പക്ഷെ നമുക്ക് എന്ത് പറ്റി? കടലാസും പൂജ്യവും ക്ലോക്കും കണ്ടുപിടിച്ച ഒരു സമൂഹത്തിന് എന്ത് സംഭവിച്ചു? നമ്മുടെ അജണ്ടകൾ എവിടെയോ വഴിമാറിപ്പോയി. നമ്മുടെ അജണ്ടകൾ എന്ന് പറയുന്നത് സാമൂഹിക നവോത്ഥാനമാണ്. നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് പഠനമാണ്. പക്ഷെ നമ്മുടെ അജണ്ടകൾ വഴിമാറിപ്പോയി. തീവ്രവാദം നമ്മുടെ അജണ്ടയല്ല, ഭീകരവാദം നമ്മുടെ അജണ്ടയല്ല, പ്രവാചകനെ അപമാനിക്കുന്നവരുടെ കൈവെട്ടുന്നത് നമ്മുടെ പാരമ്പര്യമേ അല്ല. അത് വിളിച്ചു പറയാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അജണ്ടയെ വഴിതിരിച്ചുവിടാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ അജണ്ടയല്ല എന്ന് പറയുന്നത് പോലും സാമൂഹിക പരിഷ്കരണമാണ് എന്ന വിശ്വാസമാണ് ഇത്തരം ഒരു പ്രമേയം തെരഞ്ഞെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇമാം ഷാഫിയും ഇബ്നു സീനയും ഇബ്നു റുഷ്ദും ഇബ്നു ഖല്ലൂദും ഫവാരിസും ഒക്കെ കാണിച്ച പാതയാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചില്ലേ, സർ സയ്യിദ് അഹമ്മദ് ഖാനും സീതി സാഹിബും KM മൗലവിയും സനാതന മക്തിത്വങ്ങളും അങ്ങനെ ഒട്ടനവധി ആളുകളെ CH മുഹമ്മദ് കോയ സാഹിബും അവർ കാണിച്ചു തന്ന പാതയാണ് നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത്. ചെങ്കോട്ടയും കുത്തബ് മീനാറും താജ്മഹലും ഒക്കെ സൃഷ്ടിച്ചവരാണ് എന്ന അഭിമാന ബോധമാണ് നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത്. Give me the names of 10 powerful personalities. I will tell you the history of all human beings. നിങ്ങളുടെ 10 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പേര് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. Give me the name of Prophet of Muslim. I will tell you the history of Islam.
മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ പേര് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രസന്റ് വിത്ത് നെപ്പോളിയൻ, ഐ വിൽ ടെൽ യു ദി ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ്. നിങ്ങൾ നെപ്പോളിയനെ കുറിച്ച് എന്നോട് പറഞ്ഞാൽ ആധുനിക യൂറോപ്പിന്റെ ചരിത്രം മുഴുവനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചില പ്രധാന വ്യക്തിത്വങ്ങളുടെ സവിശേഷതയെ കുറിച്ച് റമോസൻ പറഞ്ഞതാണ്. അത് ചില പ്രധാന വ്യക്തിത്വങ്ങളുടെ സവിശേഷതയാണ്. അങ്ങനെ ഒരു വ്യക്തിത്വമാകാൻ, അങ്ങനെ ഒരു വ്യക്തിയാകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ സംരംഭം വിജയിച്ചു. അതിന് ഈ സംരംഭം സഹായിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ് ക്യാമ്പസ് കോൺഫറൻസിന്റെ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ ഡോക്ടർ എം കെ മുനീർ സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു.